പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗിലെയാദ് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ലോകമെമ്പാടും എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുകയാണ്. ഇന്ന് പകൽ നിങ്ങളുടെ മുൻപാകെ തിരുവചനവുമായിട്ട് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം എനിക്ക് നൽകി തന്ന സാവകാശത്തെ ഓർത്തുകൊണ്ട് എല്ലാ മഹത്വവും പ്രാരംഭമായിട്ട് ദൈവത്തിന് സമർപ്പിക്കുന്നു. ഇന്ന് പകൽ ഹല്ലേലൂയ സ്തോത്രം. മാനസികമായിട്ട് വളരെ പിരിമുറുക്കം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരോട്, സഹോദരങ്ങളോട് ഹല്ലേലൂയ, ചില വിഷയത്തിനകത്ത് എന്തു ചെയ്യണമെന്നറിയാതെ ഹല്ലേലൂയ സ്തോത്രം പ്രയാസപ്പെടുന്ന ചില സഹോദരങ്ങളോട് ഇന്ന് പകൽ ഹല്ലേലൂയ സ്തോത്രം ദൈവവചനം ആമേൻ ഹല്ലേലൂയ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. ആമേൻ. യോർദാൻ ആമേൻ കടന്നതിന് ശേഷം ഇസ്രായേൽ മക്കൾ യെരിഹോ കോട്ടയുടെ മുൻപാകെ വന്നു നിന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇസ്രായേൽ മക്കളുടെ നിമിത്തം യെരിഹോ കോട്ട അടച്ച് ആമേൻ ഉറപ്പുവരുത്തിയിരിക്കുകയായിരുന്നു. അവിടേക്ക് ആർക്കും പ്രവേശിക്കുവാൻ സാധിക്കത്തില്ലായിരുന്നു. എന്നാൽ ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, ഹല്ലേലൂയ സ്തോത്രം, നിങ്ങൾ നിശബ്ദരായിരിപ്പീൻ. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ചില വിഷയത്തിനകത്ത് നിശബ്ദരായിരുന്നാൽ ഹല്ലേലൂയ സ്തോത്രം അവരെ ഇരിക്കുക മാത്രമായിരുന്നില്ല ചെയ്തത്. അവർ ഹല്ലേലൂയ സ്തോത്രം ആ കോട്ടയെ ചുറ്റുവാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നതായ ഈ പ്രതിസന്ധികൾ, ഈ വിഷയങ്ങൾക്കകത്ത് ദൈവം പറയുന്നത് അതുപോലെ അനുസരിക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, നിങ്ങളുടെ മുൻപിൽ ഒരു ആർപ്പിൻ്റെ ശബ്ദം ഹല്ലേലൂയ ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ദൈവം അത് നിങ്ങളോട് പറയും ആർപ്പിടുവാൻ. ഹല്ലേലൂയ സ്തോത്രം. ആർപ്പിട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ മുൻപാകെ കീഴടങ്ങത്തില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന ആ വിഷയമുണ്ടല്ലോ, ഹല്ലേലൂയ സ്തോത്രം, നിങ്ങളുടെ മുൻപാകെ നിലംപരിശാകത്തില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന ആമേൻ ഹല്ലേലൂയ സ്തോത്രം മഹാപർവ്വതമുണ്ടല്ലോ, ഹല്ലേലൂയ സ്തോത്രം, ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ മുൻപാകെ അത് നിലംപരിശാകുക തന്നെ ചെയ്യും. എല്ലാ കുന്നും താഴ്ന്നു വരേണം. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകലിൽ സെരുബാബേലിൻ്റെ മുൻപിലുള്ള മഹാപർവ്വതമേ, നീ ആര്? ഹല്ലേലൂയ സ്തോത്രം. നീ സമഭൂമിയാകുമെന്നാണ് തിരുവെഴുത്തിനകത്ത് എഴുതിയിരിക്കുന്നതെങ്കിൽ ഇസ്രായേൽ മക്കൾക്കു വേണ്ടി യെരിഹോ മതിലെന്ന ആ മഹാകോട്ട ഹല്ലേലൂയ സ്തോത്രം അവരുടെ മുൻപാകെ തകർന്ന് താളടിയായെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഒരുപക്ഷെ കാരാഗ്രഹത്തിൻ്റെ ആയിരിക്കുന്നത്. ഇന്ന് പകലിൽ ഹല്ലേലൂയ സ്തോത്രം ദൈവവചനം ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. നിങ്ങൾ നിശബ്ദരായിരുന്നാൽ ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ദൈവം നിശബ്ദരാകുക മാത്രമല്ല, നിങ്ങളോട് പറയുന്നത് ദൈവം പറയുന്ന കാര്യങ്ങൾ അതുപോലെ ഒരു പൊട്ടനെ പോലെ അനുസരിക്കുകയും ദൈവശബ്ദത്തിന് വില കൊടുക്കുകയും ചെയ്താൽ ഹല്ലേലൂയ സ്തോത്രം, നിങ്ങൾ നിശബ്ദരായിരിക്കുന്നത് ഇപ്പോൾ നിങ്ങളത് സാരമാക്കേണ്ട. ആർപ്പിടുവാനുള്ള സമയം അത് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിനകത്താണ്, എന്നാൽ യെരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ച് ഉറപ്പാക്കിയിരുന്നു, ആരും പുറത്തിറങ്ങിയില്ല. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ അതിൻ്റെ 16-ാമത്തെ വാക്യത്തിനകത്ത് ദൈവം പറഞ്ഞ ചില കാര്യങ്ങൾ അതുപോലെ അനുസരിച്ചത് നിമിത്തം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെയാണ് വായിക്കുന്നത്, 7-ാം ദിവസമോ അവർ അതികാലത്ത് അരുണോദയത്തിങ്കൽ ഹല്ലേലൂയ തന്നെ എഴുന്നേറ്റ് അരുണോദയത്തിങ്കൽ എഴുന്നേറ്റ് പട്ടണത്തെ ആ വിധത്തിൽ തന്നെ 7 പ്രാവശ്യം ചുറ്റി. അന്നും മാത്രം അവർ പട്ടണത്തെ 7 പ്രാവശ്യം ചുറ്റി. 7-ാം പ്രാവശ്യം പുരോഹിതന്മാർ കാഹളമുതിയപ്പോൾ യോശുവ ജനത്തോട് പറഞ്ഞെന്തെന്നാൽ, ആർപ്പിടുവീൻ. ഹല്ലേലൂയ സ്തോത്രം. ദൈവം നിങ്ങളോട് പറയുന്ന ഒരു സന്ദർഭമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾ ഒരിക്കലും ഹല്ലേലൂയ സ്തോത്രം എല്ലാ കാലവും നിങ്ങൾ കഷ്ടതയിലും നിശബ്ദത്തിലും ഹല്ലേലൂയ സ്തോത്രം ദൈവം പറഞ്ഞതനുസരിച്ചുകൊണ്ട് യാത്ര ചെയ്യേണ്ടവരല്ല. നിങ്ങളുടെ മുൻപിൽ ഒരു കൊയ്ത്തിൻ്റെ അനുഭവമുണ്ട്. കണ്ണുനീരിന് ശേഷം ഒരു കൊയ്ത്തുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. എല്ലാ കാലവും കണ്ണുനീര് ഒഴുക്കുവാൻ
ഉള്ളവരല്ല നിങ്ങൾ. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു വിജയകരമായ അനുഭവമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാ കാലവും കഷ്ടതയല്ല, എല്ലാ കാലവും നെടുവീർപ്പല്ല, എല്ലാ കാലവും പിരിമുറുക്കമല്ല. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ, സ്തോത്രം. ഈ വചന ശബ്ദം ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരങ്ങളോട്, എല്ലാ കാലവും അവൻ സമൂഹത്തിൽ നിങ്ങളൊരു ചോദ്യചിഹ്നമല്ല. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാ കാലവും നിങ്ങളൊരു നിരാശാപാത്രമല്ല. ഹല്ലേലൂയ. നിങ്ങൾക്ക് ആർപ്പിടേണ്ടുന്ന സമയമുണ്ട്. ആ സമയമാകുമ്പോൾ ദൈവം അത് പറയും. ദൈവം പറയുന്ന സമയത്ത് നിങ്ങളത് അതുപോലെ അനുസരിക്കുവാൻ തയ്യാറായാൽ, നിങ്ങളുടെ മുൻപാകെ കീഴടങ്ങത്തില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന വിഷയങ്ങൾ, ഹല്ലേലൂയ, സ്തോത്രം, അത് നിങ്ങളുടെ മുൻപാകെ മുട്ടുമടക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇന്നു പകൽ ഈ വചനത്തെ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുവാൻ തയ്യാറായാൽ, ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങളുടെ മുൻപാകെ സർവശക്തനായ ദൈവം വലിയതും വിശാലവും സഫലവുമായ വാതിലുകളെ തുറക്കുവാൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ, സ്തോത്രം. യെരിഹോ മതിൽ അവൻ നിങ്ങളുടെ മുമ്പാകെ അടഞ്ഞിരുന്നാലും, ഹല്ലേലൂയ, സ്തോത്രം, സെരുബ്ബാബേലിന്റെ മുൻപിലുള്ള മഹാപർവ്വതം സമഭൂമിയാകത്തില്ല എന്ന് പറഞ്ഞ് അവൻ നിങ്ങളുടെ മുൻപാകെ വലുതായി നിന്നാലും, ഹല്ലേലൂയ, സ്തോത്രം, എത്ര തന്നെ കോട്ടകൾ നിങ്ങളുടെ മുമ്പാകെ അടയപ്പെട്ടാലും, ഇന്ന് പകൽ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെട്ട് കഴിയുമ്പോൾ, ദൈവം പറയുന്നത് അനുസരിച്ച് കഴിയുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, ദൈവം പറയുന്ന ആ സന്ദർഭത്തിൽ നിങ്ങൾ അതിന് അനുസരണം കൊടുത്തു കഴിയുമ്പോൾ, ഹല്ലേലൂയ, അടുത്തൊരു തലത്തിലേക്ക് നിങ്ങളെ ദൈവം ആമേൻ നയിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവം പറയും ആർപ്പിടുവാൻ. ഹല്ലേലൂയ. ആർപ്പിട്ട് കഴിയുമ്പോൾ ഭയങ്കര ഒരു വിടുതൽ, ഭയങ്കര ഒരു കൊയ്ത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുവാൻ പോവുകയാണ്. ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽ ആമേൻ നിങ്ങളുടെ മുൻപാകെ കീഴടങ്ങത്തില്ലെന്ന് പറഞ്ഞു നിൽക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകലിൽ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിൻ്റെ സാന്നിധ്യം, ഹല്ലേലൂയ, സ്തോത്രം, ഇപ്പോൾ വെളിപ്പെട്ട് കഴിയുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, കീഴടങ്ങത്തില്ലെന്ന് പറഞ്ഞു നിൽക്കുന്ന വിഷയങ്ങൾ ഇന്ന് പകൽ കീഴടങ്ങുന്ന പകലാണ്. ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. കർത്താവേ, എന്നും, ഹല്ലേലൂയ, സ്തോത്രം, പിരിമുറുക്കത്തിൻ്റെ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എന്നും നിരാശയിൽ തന്നെ ഞാൻ കഴിയേണ്ടി വരുമോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവൻ എന്നും കഷ്ടതയുടെ അനുഭവമാണോ, എന്നും കണ്ണുനീരാണോ എന്ന് അവൻ വിചാരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പകൽ കർത്താവെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ ജനത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് പകൽ വചനം കേട്ട ജനത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എന്നും പിരിമുറുക്കത്തിലും, എന്നും കണ്ണുനീരിലും, എന്നും കഷ്ടതയിലും, എന്നും നിരാശയിലും കഴിയേണ്ടവരല്ല ഇവർ വിജയത്തിൻ്റെ ശബ്ദം മുഴക്കേണ്ടവരാണ്. ഇവർ, ഹല്ലേലൂയ, സ്തോത്രം, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ് കർത്താവേ. ഹല്ലേലൂയ. രാജകീയ പുരോഹിത വർഗമാക്കി ഇവരെ തീർത്തതിനായി നന്ദി പറയുന്നു. കർത്താവെ, തീർക്കുവാനുള്ളവരെ അവിടുന്ന് വേഗത്തിൽ രാജകീയ പുരോഹിത വർഗമാക്കി തീർക്കണം. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിനകത്തൊരു മാറ്റം ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലുടനീളം ഒരു മാറ്റം ഉണ്ടാകണമേ കർത്താവെ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഇവരുടെ മുമ്പിൽ കീഴടങ്ങത്തില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന യെരിഹോ മതിലുകൾ ഇപ്പോൾ തന്നെ കീഴടങ്ങേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു പിതാവേ. അവൻ എത്ര തന്നെ വലിയ സെരുബ്ബാബേലിന്റെ മുൻപിലുള്ള മഹാപർവ്വതമായാലും, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, എന്തു വാതിലുകൾ നിങ്ങളുടെ മുൻപാകെ അടയപ്പെട്ടാലും, ഇന്നു പകൽ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ അദൃശ്യകരം കർത്താവെ അവർക്ക് വേണ്ടി ചലിച്ചു തുടങ്ങേണ്ടതിനായി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നപ്പ. തിരുക്കരങ്ങളിലേക്ക് ജനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.